ഹവേഴ്സിലെത്തി. ദ ബീച്ച് സോ പ്രിറ്റി. നമ്മൾ പോയ ഡയമണ്ട് ബീച്ചിനെക്കാട്ടിലും പ്രിറ്റി ആയിട്ടുണ്ട്. This is chicken popcorn, guys. ഡ്രസ്സ് മാറി ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് നമുക്ക് കുറേ സ്ഥലത്ത് പോയി ഇപ്പോൾ ഡ്രസ്സ് മാറി മാറി എടുക്കണമെങ്കിൽ ഇപ്പം ഇതേ വഴിയുള്ളൂ. കുഞ്ഞു ഡ്രസ്സായതുകൊണ്ട് ബാഗ് കയറ്റി വെച്ച്. ആൻഡ് ഇത് ആക്ച്വലി ഭയങ്കര ബീച്ചിൻ്റെ കളർ, ഇവിടുത്തെ ബീച്ചിൻ്റെ കളറാണ് എൻ്റെ ഡ്രസ്സ്. സോ വി ആർ ഗോയിങ് ടു ദിസ് ടെമ്പിൾ. പിന്നെ അവിടെ സൺസെറ്റ് ഉണ്ട്, സൺസെറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. ഈ മാല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ബ്രേസ്ലെറ്റ് ഓൾസോ. എൻ്റെ കോളേജിൽ പിള്ളേരൊക്കെ ചോദിക്കും ഞാൻ എവിടെയെന്ന്. ഞാൻ പറയും ബാലി ഗൈസ്. ഇപ്പോൾ വരാം യാ. We're going to a temple. ഇവിടെ നിന്ന് some 27 minutes. Anna, what's the temple's name? Oh? Ulavaatu. Cute. അമ്മയ്ക്ക് മാല ഇഷ്ടപ്പെട്ടു. ഒരു മോന വൈബില്ലേ? പ്ലേസ് കൊള്ളാൻ നല്ല രസമുണ്ട്, വൈബുള്ള സ്ഥലമാണ്. So Hannah said ആ ടെമ്പിളിലൂടെ ഫുൾ monkeys ആണ്. We have to be really careful with our belongings. അതാണ് ഞാൻ ഒട്ടും കെയർഫുൾ അല്ലാത്ത. എൻ്റെ സാധനങ്ങളൊക്കെ അവിടേക്ക് പോകും. ഒരു കുരങ്ങൻ നമ്മുടെ എന്തെങ്കിലും എടുത്ത് എന്ത് ചെയ്യും? വിത്തിന്റെ ബാഗ് എടുത്തോണ്ട് എന്ത് ചെയ്തു? ഞാൻ ഹൻസിന്റെ ബാഗ് എറിഞ്ഞു പോകും. അപ്പോൾ ഹൻസിന്റെ എടുത്ത് വരുമ്പോൾ ഞാൻ നോക്കാം, ഒന്നും എടുത്തുകൊണ്ട് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നോക്കാം. ഫ്രണ്ടിലത്തെ റോഡ് കൊള്ളല്ലേ. ടെമ്പിളിൻ്റെ വെളിയിലെത്തി. ഇവിടെ ഫുൾ മങ്കീസ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സോ ഹാവ് ടു ബി റിയലി കെയർഫുൾ വിത്ത് ആ തിങ്സ്. ഞാൻ ഒട്ടും കെയർഫുൾ അല്ലാത്ത ഒരാളാണ്. എൻ്റെത് വല്ലതും മങ്കി കൊണ്ടുപോയാൽ ഹായ് പാമ്പ് പേടിക്കും. അമ്മ സൂക്ഷിച്ച്. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനത്തെ ഉടുപ്പിടാൻ തുടങ്ങി. നമുക്കറിയില്ല നമ്മളെങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കെട്ടാൻ പറയുന്നു. ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ വിത്തിന്റെ ഉടുപ്പിടം വീണ്ടും ചേരുന്ന എന്നെ നോക്ക്. ഓക്കെ, മങ്കീസിനെ കാണുന്ന സെക്കൻഡ് ഞാൻ ഫോൺ എടുത്ത് ബാഗിൽ വെക്കാം. അവൻ്റെ ബാഗൂടെ കൊണ്ടുപോകും എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഞാൻ ഇപ്പം ഭിത്തിനെ തള്ളി വിടും. ഞാൻ ശരി സ്റ്റൈലായിട്ട് ഈ ഉടുപ്പിലിങ്ങനെ അവിടെയൊക്കെ വന്നിരുന്ന് പോസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചപ്പോൾ ദിസ് ഈസ് ദ ടെമ്പിൾ ഏരിയ. ഇവിടെ ഒരു ബിഗ് സ്റ്റെപ്സ് ഉണ്ട്. സൺസെറ്റിന്റെ റേസ് ആണ്. സോ പ്രിറ്റി. Ketiga, wisatawan tidak boleh memberi makan നമ്മള് ഇവിടുത്തെ ഒരു മലയാളി പേരുണ്ടായിരുന്നു. ഉള്ളംസു.
മറന്നു പറയണ്ട. ഓക്കെ, നമ്മളിത് ആ ടെമ്പിളിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് ഫുൾ ടൂറിസ്റ്റിനൊക്കെ നിൽക്കാൻ പറ്റും. ഇറ്റ്സ് വെരി പ്രിട്ടി പ്ലേസ്. ഞാനും ഉഷാനി ഫോട്ടോ വേണം എന്ന് പറയാം. ബിക്കോസ് വെരി വെരി പ്രിട്ടി. ഉഷാനി വരെ എൻ്റെ ഈ ഡ്രസ്സ് ഈ സണ്ണായിട്ടൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ചേരും. ഇഷാനിയുടേത് മൊത്തത്തിൽ ഈ ഫ്ലോറൽ ഓർ ഈ ഡാർക്ക് ഈ കാർവിങ്സ് അങ്ങനത്തെയൊക്കെ ലുക്കിലാണ് ചെയ്യുന്നത്. അപ്പം മുത്തുവിന് വെച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കണം. നമ്മൾ ഡ്രൈവർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏരിയ ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഡാൻസ് കാണാൻ പോകണം. വിത്തുവിനെ എടുത്ത് തരട്ടെ? യെസ്. എന്നെ പുതിയ ഹെയർ കട്ട് കാണിച്ചേ. ഫ്രണ്ടിന്ന് കാണിക്ക. ക്യൂട്ട്. ഞാൻ ആദ്യം വന്നപ്പോ ക്യൂട്ട് എന്നല്ലേ പറഞ്ഞ ഈ ഉടുപ്പും എല്ലാം. ഇതല്ലായിരുന്നല്ലോ മാല. ഇതല്ലായിരുന്നു വേറെ. ഞാൻ ഇതിപ്പോ പുതിയത് വാങ്ങിച്ച് ഇട്ട് നോക്കിയതാ. ഞാൻ ഹൻസയ്ക്ക് ഒരു ടോപ്പും ഒരു ഡ്രസ്സും ഇഷാനിക്ക് ഒരു ടോപ്പ് ഞാൻ എടുത്തായിരുന്നു. അതെന്റെ റൂമിലായിപ്പോയി. ശരിക്കും എടുത്തോ? ഒന്നുമില്ല പറയാൻ. നിങ്ങൾ പിന്നെ അന്നെ നീ രാവിലെ എന്റെ അടുത്ത് മാല ജോലി അതവിടെ ഉണ്ട്. ഞാൻ തരാറുണ്ട്. അന്നെ നല്ല രസമുണ്ട്. ക്യൂട്ട്. ഞാൻ ഒരു പറയാൻ ഇങ്ങോട്ട് നോക്ക്. ലൈക്ക് ദിസ്. അങ്ങനെയല്ല, അത് തന്നെ ഫ്രണ്ടിൽ ഇത് നല്ല ചേരും. വിത്ത് ഒരു സ്ക്രഞ്ചി ഒരു ബോ ഒരു ക്ലിപ്പ്. നിങ്ങൾക്ക് എന്റെ സെലക്ഷൻ ഇഷ്ടപ്പെടുന്ന അറിയില്ല. അത് കുഴപ്പമില്ല, ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. സൈസ് കറക്റ്റാവുന്നതാണ് എനിക്ക് അടുത്ത അറിഞ്ഞത്. എന്ത് എന്റെ സൈസ് എനിക്കറിയാലോ. എക്സ്ട്രാ സ്മോൾ ഇഷ്ടം സ്മോൾ ആണ് എടുത്തത്. അത് മതി. നോക്കാം. ഇന്നലെ എന്നെ എത്ര മണിക്ക് ഉറങ്ങി? ഞാൻ 11:30 ഒക്കെ ആയപ്പോ. അപ്പൊ ഇന്ന് എനിക്ക് വല്ലാതെ ഉറക്കം വന്നു. അപ്പൊ ഇന്ന് എപ്പോ ഉറങ്ങും? പാക്ക് ചെയ്തോ? പെട്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പാക്ക് ചെയ്യണം. എന്റെ പെട്ടിയുടെ ഒരു പെട്ടിയുടെ ഈ സൈഡ് മുഴുവൻ സ്നാക്സ്, പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെയൊക്കെ. അത് ഞാൻ എന്റെ വീട്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ പെട്ടി കണ്ട് പ്രഷറായി. പെട്ടി മിക്കവാറും മറ്റേ വേറെ കാറ്റഗറിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. മറ്റേ 3/4 സാധനം ടപ്പിയോക്ക ചിപ്സ്. എങ്ങനെ പക്ഷെ കൊള്ളാർന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്നെ അങ്ങോട്ട് നോക്ക്, നമ്മൾ രണ്ടുപേരും നോക്കട്ടെ. കണ്ടാ പറയും എന്നെ ഞാൻ എന്നെക്കാട്ടില് 7.5 വയസ്സ് ഇളയതാണെന്ന് പറയുമോ? നമ്മളെല്ലാരും നല്ല ടാനായല്ലേ ഇവിടെ വന്നു. എന്റെ കാല 1000 കളറാണ് ഇപ്പൊ താഴെ തന്നെ. ഇവിടെ ഞാൻ ഇവിടെ ഒരു മോളിൽ പോയപ്പോ ഒരു പെണ്ണൊരു സാധനം കൊണ്ടത്. ആ സാധനത്തിന്റെ വില കുറച്ച് അധികമാണ്. കൊണ്ടുവന്ന് സ്ക്രബ് ചെയ്തിട്ട് ദേഹത്ത് കയ്യിൽ മൊത്തം ടാൻ മാറുമോ എന്തൊക്കെ ഇളകി വന്നു. ഈ കയ്യില് ഇതിന്റെ വ്യത്യാസം ഏത് കയ്യിലാ ചെയ്തേ? വെയിറ്റ് വെച്ചിരിക്കുന്നത് ഏത് കയ്യിലാ ഇത്? അതിൽ നോക്ക, ആ മിററിൽ നോക്ക. മിററിൽ എന്തോ ഉണ്ട്. ഒരു കൈ. അയ്യോ, നമുക്കെന്നാ അവിടെ പോയ ഫുൾ ബോഡി പറഞ്ഞു മൈ ഫേസ് സ്ക്രബ് ഓൺ മൈ ഫേസ്. എന്റെ കാലൊക്കെ ഫുൾ പോയി. എന്റെ ഇവിടെ 3 കളറാ ഇവിടെ. ലൈക് ദിസ് പാർട്ട് ഇങ്ങനെ നോക്കുമ്പോ തന്നെ കാണാൻ. ഒരു കൈ കണ്ടോ യെല്ലോ ഇഷിലോട്ട് കയറി കണ്ടോ? അപ്പൊ ഞാൻ എടുത്തു. ഇന്ന് രാത്രി ഞാൻ പക്ഷേ പറ്റി ഇങ്ങനെ അവര് തന്നോ സംഭവം? പൈസ കൊടുത്തു.
ആദ്യം എന്ത് സംഭവം എന്ത് സംഭവം ഒരു സ്ക്രബ്ബർ തരുമോ എനിക്കും? ഇത്രേ ഉള്ളൂ. അത്രയും 10,000 രൂപ. നിങ്ങൾ ഉപയോഗിച്ചിട്ട് തരുമോ? മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഉപയോഗിച്ചിട്ട് തരുമോ തീരുമ്പോലോ? എനിക്കെന്റെ കഴുത്ത് അല്ലെങ്കിൽ സ്കിൻ എന്തോ ഷെഡ് ആവുന്നു. ഞാൻ നാളെ രാവിലെ കഴുത്തിൽ ഉപയോഗിക്കട്ടെ. കഴുത്ത് 3 കളറൊക്കെ. എനിക്കത് ഭയങ്കര അവർ ഉപയോഗിച്ചപ്പോ തന്നെ പെട്ടെന്ന് വ്യത്യാസം കണ്ടു. പറ്റിച്ചാണ് എന്ത് തന്നെയാണ്. പക്ഷെ ആയിരിക്കാം. പക്ഷെ അത്രയും വില കൊടുത്താലും 1000 രൂപയുടെ മുതലെങ്കിലും വേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ മേടിച്ചത്. ഇവിടെ കൊള്ളാലോ, വെള്ളത്തിന്റെ ഒരു കച്ചവടമാണല്ലോ ഈ റൂമിൽ. ഷാമ്പു കൊണ്ടുവന്നു. ഓ സോറി, കണ്ടീഷണർ. ഇത് ലോറിയലിന്റെ എൽസവോ? ഇവിടത്തെ നല്ല നല്ല മണം. ശരി, കാണാം. പോയി കിടക്ക്. 3 മിററിലേക്ക് പോയ കൂടെ വാ, എന്നെ കൂടെ വാ. ഇഷാനി എന്റെ ഫോട്ടോ എന്തോ ചെയ്തു. നോ, റിനൈസൻസ് ആക്കാൻ നോക്കിയത്. എല്ലാരും മിററിലേക്ക് നോക്ക്, മിററിലേക്ക് നോക്ക് പറ്റോ? ഇതെനിക്കാണ് H&M എന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോ വേർഡ്സ്. ഇതടുത്ത ടോപ്പ്. ഐ ലവ്ഡ് ഇറ്റ് ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കളർ എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുബാറക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടെത്തി. ടുഡേ വാസ് എ വെരി ലോങ് ഡേ. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ കാറിൻ്റെ അകത്തായിരുന്നു. ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 hours or 3 hours ട്രാവൽ ഉണ്ടായിരുന്നു അല്ലേ, കുറേ നേരം ഉണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ഡേ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യണമായിരുന്നു. ബട്ട് ബാലി വാസ് നൈസ്. ഞാൻ വിചാരിച്ചേക്കാട്ടിൽ ആക്ച്വലി ഇഷ്ടപ്പെട്ടു. മേ ബി ലൈക്ക് ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയോണ്ടായിരിക്കും ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ എന്താ പറയാൻ വന്നത്, ഐ വിൽ മിസ് ബാലി. ആക്ച്വലി ഈശാനിയടുത്ത് പറയും പോലെ അത് ഇതിനകത്ത് പറയണ്ടല്ലോ. ഈശാനി വാസ് സേയിങ് ഇതിന് 100% നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒരിക്കലും പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഒത്തിരി ഉണ്ട്. നമ്മൾ കുറച്ചാണ് എക്സ്പ്ലോർ ചെയ്തത്. കൂടുതൽ ഈ ട്രാവലാണ് നമുക്ക് കുറേ ഡേ ഫുൾ നമ്മൾ എടുത്ത പോലെ തോന്നുന്നത്. ബട്ട് നമുക്ക് ഈ ട്രാവൽ നല്ലതാണ്. ബിക്കോസ് ദാറ്റ് വാൻ ഇസ് വെരി കംഫർട്ടബിൾ. അവിടെ ഇരിക്കാം, ഓരോ സൈഡിൽ വെള്ളമുണ്ട്, കിടക്കാം, ഇരിക്കാം, എന്ത് വേണം ചെയ്യാം. ലൈക്ക് സ്പേഷ്യസ്. നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാക്കിയ പോലത്തെ ഒരു വാൻ. നമ്മുടെ പെട്ടി ഫിറ്റാവും, നമ്മൾ ഫുൾ എല്ലാവരും ഫിറ്റായി. സോ ഇറ്റ് ഇസ് റിയലി നൈസ്. ട്രാവലിംഗ് ഒന്നും തോന്നിയില്ലായിരുന്നു. ഇടയ്ക്കിലേക്ക് ഒന്ന് ഫെറി ട്രാവൽ ചെയ്താൽ മാത്രമേ എനിക്ക് എന്തോ പോലെ തോന്നിയുള്ളൂ. യൂഷ്വലി കാറിലൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് എന്തോ പോലെ തോന്നുന്നു. നോട്ട് ദിസ് ടൈം. എനിവേസ്, വേറെ എന്താ പറയാൻ വന്നത്, ബാലിയിൽ ഇനിയും നമുക്ക് വരണം. പക്ഷെ ഈ അടുത്ത് നമ്മൾ യെസ്റ്റർഡേ ബീച്ച് ക്ലബ് ഐ വാസ് ലൈക്ക് അയ്യോ എനിക്ക് പറ്റില്ലല്ലോ, ഐ എം ലൈക്ക് ടു യങ് ഫോർ ദിസ്. അങ്ങനെ വൈബ് കിട്ടും. ബിക്കോസ് ആക്ച്വലി ബീച്ച് ക്ലബ്ബൊക്കെ പോലെ സ്ഥലം ഇറ്റ്സ് മെയിൻലി ഫോർ ഒരു 23+ അല്ലേ പറ്റും. ഇറ്റ്സ് മെയിൻലി ഫോർ ബിഗ് പീപ്പിൾ. സോ അപ്പോൾ ഐ വാസ് തിങ്കിങ് ഫ്യൂച്ചറിലൊക്കെ മേ ബി ഫ്രണ്ട്സ് ആയിട്ടോ, ഫ്യൂച്ചറിൽ ഇനി സിസ്റ്റേഴ്സ് ആയിട്ടോ. ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറയുന്നത്. അത് ഇന്നലെ ഈ അമ്മൂനടുത്ത് പറയുമായിരുന്നു. കാരണം ഞാൻ അവിടെ പോയപ്പോൾ ഇറ്റ് വാസ് ഓൾ adults and I was like, എനിക്ക് വരാൻ പറ്റിയ സ്ഥലം. You are also an adult. ആണ് വിത്ത്, പക്ഷെ എന്നാലും young adult, very young adult. I just entered that adult world, right? I mean it's okay. എനിക്ക് വേണമെങ്കിൽ വൈബ് പാട്ടൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ലൈക്ക് ഫുൾ ഫയർ ക്രാക്കേഴ്സും പാട്ടും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ജസ്റ്റ് ദാറ്റ് കൂടെ ഡ്രിങ്ക്സ് ദിസ് ആൻഡ് ദാറ്റ് അതും എൻ്റെ വൈബല്ല. ഇൻ ദ ഫ്യൂച്ചർ മേ ബി യുനോ. സോ അത് ഒരു ഇത് മേ ബി ലൈക്ക് ഒരു 3-4-5 yearsലൊക്കെ ബാലി ട്രിപ്പ് മേ ബി സിസ്റ്റേഴ്സ് ഫ്രണ്ട്സൊക്കെ കുറച്ചും കൂടെ ഐ മൈറ്റ് എൻജോയ്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. ദിസ് ടൈം എൻജോയ് ചെയ്തു. പക്ഷെ എന്നാലും മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഐ മൈറ്റ് എൻജോയ് ഇറ്റ് മോർ. ഈ സ്കൂട്ടർ റൈഡൊക്കെ പോവാം. ഇപ്പൊ ഞാൻ വല്ല സ്കൂട്ടറിൽ പോയിരുന്നെങ്കിൽ അമ്മ വന്നിട്ട് വെടി വെച്ചേനെ. സോ ആരുടെ കൂടെ സ്കൂട്ടറിൽ പോകും? അല്ല, ഇവിടെ എന്തോ പരിപാടിയില്ലേ സ്കൂട്ടർ ഗ്രാബ്, സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ ഉണ്ടല്ലോ. പിന്നെ എന്താ പറയാ, സോ നമ്മുടെ ദിസ് ട്രിപ്പ് വാസ് റിയലി കംഫർട്ടബിൾ ആൻഡ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നായിരുന്നു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. നമ്മൾ മലേഷ്യയിലും വി വർ വർക്കിംഗ് വിത്ത് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. ആ ട്രിപ്പ് മൊത്തം ഇറ്റ് വാസ് ദ ബെസ്റ്റ് ട്രിപ്പ് എന്ന് ഞാൻ പറയും. മലേഷ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു. സോ കംഫർട്ടബിൾ. നമുക്ക് എല്ലാവരും ക്ലിയർ ആക്കി പെർഫെക്റ്റ് ആക്കി ചെയ്തു തന്ന ബഡ്ജറ്റ് ഹോളിഡേയ്സ്. സോ അതുപോലെ ദേ മേഡ് ബാലി ട്രിപ്പ് ഓൾസോ പെർഫെക്റ്റ്. And I'm really happy. So thank you Budget Holidays for this perfect trip. So then what? ഇപ്പോൾ എത്ര മണിയായി? It's 10:30. നാളെ നമുക്ക് 10:30. Wait, ദിശാനിയുടെ ഫോണിൽ കാണിച്ചു തരാം. This is Odette from the Elizabethan era. Oh, she's friends with Edmund Spenser, Philip Sidney and all, you know. Okay. Early age of poets. Okay. So her name is Victoria. Okay, got it. She's a very cold-hearted person. Oi.
a very cold-hearted person. You can see the pain in her eyes. So basically, ഇത് ഫോക്കസ് ആയില്ല, കുഴപ്പമില്ല. ഇത് ഇഷാനിയാണ്. ഇഷാന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഭയങ്കര എഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത്ര ഭയങ്കര എഡിറ്റ് അല്ല, ലൈക്ക് ഒരു ടിൻറ്റ് മാത്രം. യെസ്, ഇഷാനി സ്വയം പറയുന്നത് ഷീസ് ലൈക്ക് പണ്ടത്തെ കാലത്തെ ഒരാളാണ്. അതാണ് സംഭവം. നൗ വി ആർ ഗോണ സ്ലീപ്. അല്ല, ഐ മീൻ പെട്ടിയൊക്കെ ഫ്രഷനപ്പ് ആയി, പെട്ടി പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പിന്നെ എന്താണ് അപ്പൊ നാളെ നമുക്ക് 10:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പൊ 10:30 നാളെ 10:30 ഇവിടെ നിന്ന് ഇറങ്ങണം മോർണിംഗ്. സോ ലേറ്റ് ആവാൻ പറ്റില്ല, വേഗം എണീറ്റേ പറ്റൂ. നാളെ ഫുൾ ട്രാവലിംഗ് ആണ്. പിന്നെ രാത്രി എത്തും. ഞാൻ ഓൾറെഡി 2 days ഓഫ് കോളേജ് കട്ടായി, ഇന്നും നാളെയും. 25th ഞാൻ പോകും. സത്യം പറഞ്ഞാൽ കോളേജിൽ പോകാൻ തോന്നുന്നില്ല. എന്തായാലും പോയാലേ പറ്റും. എനിവേസ് 5 ദിവസത്തിലല്ല 6 ദിവസത്തിൽ 7 ദിവസത്തിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇവിടെ നിർത്തും, ഓർ മേ ബി നാളെ നിർത്തും. എനിവേസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Bye. I was just telling you that you look so good. No. Yes. I'm in a very casual day. Thank you. എന്നെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ചിലപ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാ കോംപ്ലിമെന്റ് ചെയ്യുന്നില്ല. സിലി ഗേൾ. നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല എന്ത് ചെയ്യാൻ, what to do. റൂമിൽ നമ്മൾ ഇറങ്ങി. നമുക്ക് റൂമിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂഷ്വലി അറ്റാച്ച്മെൻ്റ് ഉള്ള റൂംസ് ഓടിപ്പോയി ബായ് എന്നൊക്കെ പറയും. കുറച്ച് ബായ്. എനിവേസ്, ഇങ്ങനെയാണല്ലോ വിട്ടു. നമ്മുടെ പഴയ വണ്ടിയല്ല, ആ മെക്സിമീസ് ആണ്. Bye-bye. Yeah. See you next time. See you next time. Bye. നമ്മൾ ഐഫോൺ 16 കണ്ടുപിടിച്ചു. ഇതിലേതാ ഇതൊക്കെ 16. എനിക്ക് വേണ്ട സാധനം കിട്ടി ഗൈസ്. ഓ മൈ ഗോഡ്, ഇപ്പൊ ബോഡി പെയിൻ. ഞാൻ ഇങ്ങനത്തെ ഇട്ടല്ലേ കുറച്ച് യങ് ലുക്ക് വരുന്നത്. wanted to get a blush and a lipstick. Blush എടുത്തു, ബോബി ബ്രൗണിൻ്റെ എടുത്തു, because I lost my blush, which is so bad. Nice. Bye bye. എനിക്ക് ഇന്ത്യയിൽ പോകാൻ എക്സൈറ്റഡ് അല്ലേ?
ആണോ? എൻ്റെ അടുത്ത് കൂടെ ചോദിക്കാം. ഇന്ത്യയിൽ പോകാൻ എക്സൈറ്റഡ്, പക്ഷെ കോളേജിൽ പോകാൻ ഉണ്ടോ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു കോളേജ് ഡേയ്സ്. ഇനി വെക്കേഷൻ വേണം. ആ ഫ്ലൈറ്റിൻ്റെ പേര് നോക്കും, ഗരുഡ ഇന്തോനേഷ്യ. സോ എനിവേസ് ഞാൻ ടൈഗർ ബാം പാഡ്സ് ഒക്കെ ഇവിടെ വെച്ച് നിൽക്കുക. That's what I need the most. അതാണ് എൻ്റെ നടു ഓൾറെഡി പോയി. സോ So we are at the Singapore airport right now, and I love this airport. This is a Changi airport. I am always in love with Singapore. Singapore പണ്ട് വന്നപ്പോൾ തൊട്ട് I'm like I love Singapore. And ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിലാണ്, ബിക്കോസ് നമുക്ക് ലേ ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇനി ഇവിടെ നിന്ന് ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇസ് അറ്റ് 8:30 or something. Now it's 5:15 or 5:20. നമ്മൾ അങ്ങോട്ട് ഡ്യൂട്ടി ഫ്രീയിലേക്ക് പോവാം. എനിക്ക് ബിത്തുവിൻ്റെ മടിയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടൊരു മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ട് വി ആർ ഗ്ലോയിങ്. ഇറ്റ്സ് സൂപ്പർ. ഇതിൻ്റെ കൈ കാണിച്ചു. അയ്യോ എൻ്റെ കൈ ക്യൂട്ടായിട്ട്. അച്ഛാ എൻ്റെ കൈ പോകത്ത് കൂടി നിന്റെ കൂളിൽ. എല്ലാവരുടെ കാര്യം ഇങ്ങനെ Oh my god, I love Singapore airport, guys. ഇതിൻ്റെ മെയിൻ ഏരിയ അല്ല, മെയിൻ ഏരിയ ബിഗിനിങ്ങിലാണ്, അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. സോ യാ, I remember sitting here 2 വർഷം മുമ്പ്, because 2 years back we came here for a trip. It was lovely, my favorite trip forever. Bye bye. Guys, ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ കോളേജിൽ പോകണം.